ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് വെണ്ടക്ക കറീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് വെണ്ടക്ക കറി തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടി ടേസ്റ്റ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കണം. ഈ ഒരു കപ്പിൻ്റെ അളവിൽ നിറയെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ വെണ്ടക്ക ഇതിലേക്ക് ചേർക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ ഒരു പശപ്പശപ്പ് ഉണ്ടാകും, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെണ്ടയ്ക്കൻ്റെ കളറൊക്കെ ഏകദേശം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതാ ഒരു ബൗളിലേക്ക് ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കണം. ഇപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിക്കാത്ത ജീരകം ചേർത്താലും മതി. ഇനിയിപ്പോൾ ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഈ ജീരകം നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ജീരകം കരിഞ്ഞു പോകും. ഇനി 2 വറ്റൽമുളക് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ജീരകം മുഴുവനായിട്ട് റോസ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ നമുക്ക് ഈ കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സവാളൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചേർത്താലും മതി, ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ്. സവാളൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കണം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളീൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോകുന്നത് വരെ വീണ്ടും വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് തക്കാളി ചേർക്കേണ്ടത്. എന്നിട്ട് തക്കാളിയും വീണ്ടും വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളെ ചേർക്കുന്നുള്ളൂ. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ വെണ്ടക്കയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടക്ക ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ബാലൻസ് ആയി പൊക്കോളും. പിന്നെ ഇപ്പോഴും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വെണ്ടക്കയിലും അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരല്പം ചേർത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ നമുക്ക് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കണം. 5 മിനിറ്റിന് ശേഷം ഇതാ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പോയിട്ടുണ്ട്. സവാളയും തക്കാളിയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂണിനേക്കാളും ഉണ്ട്, ഏകദേശം ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് നിറയെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പുളി അങ്ങ് കൂടിയാൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുളി ഒരല്പം കുറവായതിൻ്റെ പേരിൽ ഞാനിതിലേക്കൊരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് മാക്സിമം ആണ്, കാരണം വെണ്ടയ്ക്ക ഓൾറെഡി കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തിക്കായിട്ടല്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് യമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്